യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷകനും നാഥനുമായി ഈശോയെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഓരോരുത്തരും യേശുവിൽ എന്തുമാത്രം ആഴമായി വിശ്വസിക്കുന്നു എന്നുള്ളത് വ്യത്യാസങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ഈശോ ആരാണെന്ന് ബുദ്ധിപരമായി നമുക്കറിയാം. ഹൃദയം കൊണ്ടുള്ള അറിവാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ രക്ഷകനും നാഥനുമായി ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുക, ഈശോയുടെ ബലിയിൽ പങ്കെടുക്കുക. ചിലപ്പോഴൊക്കെ ഇതിനോടുള്ള താല്പര്യം നമുക്ക് കുറഞ്ഞു പോവുകയും പ്രാർത്ഥന ബോറിങ്ങായി മാറുകയും ചെയ്യുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാനയും പങ്കെടുക്കുവാനും വലിയ താല്പര്യം തോന്നാറില്ല. കടമയുടെ നിർവഹണത്തിന് വേണ്ടി മാത്രം ബലിയിൽ പങ്കെടുക്കുന്ന സാഹചര്യങ്ങളുമുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൂടുതലുള്ള ആ അറിവ്, ഹൃദയം കൊണ്ടുള്ള അറിവ് ഈശോയെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഈശോ ആരാണെന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന്. പത്രോസ് കൃത്യമായ ഉത്തരം കൊടുത്തു. അത് പത്രോസിൻ്റെ മാംസരത്വങ്ങളല്ല, മറിച്ച് പിതാവായ ദൈവമാണ് പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തതെന്ന് എന്ന് ഈശോ പറയുകയാണ്. ഈശോ ഒരിക്കൽ പറയുന്നുണ്ട്, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല എന്നും. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് യേശുവിനെ കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയുവാൻ, അങ്ങനെ പ്രാർത്ഥിക്കുവാനും ബലിയർപ്പിക്കുവാനും ഒരാവേശവും താല്പര്യവുമൊക്കെ ഉണ്ടാകാനും ഇടയാകട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.